നിയമലംഘനം നടന്നിട്ടുണ്ടെന്ന പേരിൽ വ്യാജ പരിവാഹൻ സൈറ്റ് വഴി കാക്കനാട് NGO കോട്ടേഴ്സ് സ്വദേശി അൻവറിന് നഷ്ടമായത് 98,500 രൂപ. ചൊവ്വാഴ്ച പുലർച്ചെയാണ് പണം നഷ്ടമായത്. അൻവറിൻ്റെ കാർ ട്രാഫിക് നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്നും ഉടനെ 1000 രൂപ പിഴ അടച്ചാൽ മാത്രമേ വാഹനം വിട്ടുനൽകൂ എന്നും ചൂണ്ടിക്കാട്ടിയാണ് മെസ്സേജ് വന്നത്. കാറുമായി മകൻ വിനോദയാത്ര പോയതിനാൽ സന്ദേശം വിശ്വസിച്ച അൻവർ വിവരങ്ങളറിയാൻ പരിവാഹൻ സന്ദേശ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയായിരുന്നു. തുടർന്ന് കുറച്ചുനേരം ഫോൺ നിശ്ചലമായി. പിന്നീട് തുടർച്ചയായി ഫോണിലേക്ക് നിരവധി കോളുകൾ വന്നു. അക്കൗണ്ടിൽ നിന്നും 3 തവണയായി 50,000 രൂപ, 45,000 രൂപ, 3,500 രൂപ പിൻവലിച്ചതായി കാണിച്ച് സന്ദേശം വന്നതോടെയാണ് തട്ടിപ്പിനിരയായ വിവരം അറിയുന്നത്. എൻ്റെ പേര് അൻവർ എന്നാണ്. ഞാൻ കാക്കനാട് സ്വദേശിയാണ്. കേരള ഹൈക്കോടതിയിലെ ലൈസൻസ് ഓഫീസറായിട്ടൊക്കെ റിട്ടയർ ആണ്. ഇന്നലെ വൈകിട്ടൊരു രാത്രി ഒരു 11 മണിക്ക് ശേഷം എനിക്കൊരു മെസ്സേജ് വന്നു. എൻ്റെ വാട്സപ്പിൽ കേരള പോലീസിൻ്റെ എംബ്ലം ലോഗോയൊക്കെ വെച്ചിട്ടുള്ള ഒരു വാട്സപ്പ് മെസ്സേജാണ് വന്നിരുന്നത്. അതിനകത്ത് എൻ്റെ വണ്ടി പുതിയ വണ്ടിയാണ്. ആ വണ്ടി എവിടെയോ ട്രാഫിക് ഇഷ്യൂ ഉണ്ടാക്കി. തുടർന്ന് അൻവർ സൈബർ പോലീസിന് പരാതി നൽകി. അതേസമയം വ്യാജ പരിവാഹൻ സൈറ്റ് വഴി സന്ദേശമയച്ച് നിരവധി പേരിൽ നിന്നും വൻതുക തട്ടിയതായി പോലീസ് പറഞ്ഞു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി 20ഓളം പരാതികൾ കാക്കനാട് സൈബർ പോലീസിന് മാത്രം ലഭിച്ചു. നിരവധി പേർ തട്ടിപ്പിനിരയായ സംഭവം ഫോൺ വഴിയും പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് പോലീസിൻ്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.